ഇന്ന് ഹസ്ബൻഡിന്റെ ലഞ്ച് ബോക്സിന് എന്താണ് തയ്യാറാക്കിയെന്ന് കാണണോ? നാടൻ ചെറിയുള്ളി മോരുകറിയും സൂപ്പർ ടേസ്റ്റിയായി വഴുതനങ്ങ മെഴുക്ക് പുരട്ടിയാണ് ഇന്നത്തെ കോംബോ. തിരക്കുള്ള ദിവസങ്ങളിലും വയ്യാത്ത സമയങ്ങളിലും പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്നു രുചിയിൽ ഒട്ടും വിട്ടുവീഴ്ചയില്ലാത്ത ഒരു ലഞ്ച് ബോക്സ് കോംബോ എങ്ങനെ തയ്യാറാക്കാമെന്ന് നമുക്ക് നോക്കാം. ആദ്യമായി നമുക്ക് മോരുകറി തയ്യാറാക്കാനായിട്ട് ഒരു 8-10 ചെറിയുള്ളി വേണം. അത് നന്നാക്കി ചെറുതാക്കി അരിയാൻ. ഒരു ഇഞ്ച് ഇഞ്ചി വേണം. ഒരു 5-6 വെളുത്തുള്ളി, ഒരു 2 പച്ചമുളക് വേണം. പിന്നെ നമുക്കൊരു പാന് ചൂടാക്കിയിട്ട് അതിലേക്ക് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കാം. പിന്നെ കടുക് പൊട്ടിക്കാം. പിന്നെ ഒരു 1/4 ടീസ്പൂൺ ഉലുവിടാം. ഒരു 1/2 ടീസ്പൂൺ ജീരകം ഇടാം. പിന്നെ നമുക്ക് നമ്മുടെ വറ്റൽമുളക് ഇടാം, മഞ്ഞൾപ്പൊടി ഇടാം. ഇതെല്ലാം നന്നായിട്ടൊന്ന് വഴറ്റി വരുമ്പോൾ നമ്മുടെ ഇഞ്ചി ഇട്ട് കൊടുക്കാം. ഇഞ്ചിയും വെളുത്തുള്ളി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴണ്ടി വന്ന ശേഷം നന്നായി വഴണ്ടി വരാൻ ഇതെല്ലാം 8-10 സെക്കൻഡ് അല്ലെങ്കിൽ 1 മിനിറ്റിനുള്ളിൽ കാര്യങ്ങൾ നടക്കും. അത് കഴിഞ്ഞ് നമുക്ക് ചെറിയുള്ളി ഇട്ട് കൊടുക്കാം. ചെറിയുള്ളി നന്നായിട്ടൊന്ന് മൂപ്പിച്ച ശേഷം നമുക്ക് പെട്ടെന്ന് തന്നെ മോരുകറിയും അതുപോലെ മെഴുക്ക് പുരട്ടിയും ഒരു 5-10 മിനിറ്റിനുള്ളിൽ ഇതെല്ലാം റെഡിയാവുന്നതാണ് കേട്ടോ, അരിഞ്ഞ് വെച്ച് കഴിഞ്ഞാൽ. ഓക്കെ, അപ്പോൾ നമ്മളിതെല്ലാം നന്നായി വഴറ്റിയതിന് ശേഷം നമുക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. ഇത്ര നേരം ഇട്ടിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഉപ്പ് ഇട്ടിട്ട് പാകത്തിന് ഉപ്പ് ഇട്ടിട്ട് നന്നായി ഒന്ന് വഴറ്റിയ ശേഷം നമ്മൾ പച്ചമുളക് എടുത്ത് വെച്ച് നമ്മൾ ഇട്ട് കൊടുക്കുകയാണ്. പച്ചമുളക് ഇട്ടതിന് ശേഷം നമുക്ക് കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ കറിവേപ്പില ഇട്ട് കൊടുക്കുകയാണ്. അതിന് ശേഷം ചെറുതായി ഒന്ന് എല്ലാം കൂടെ മിക്സ് ചെയ്യാൻ വേണ്ടി വഴറ്റി കൊടുക്കാം. എനിക്കിപ്പോൾ നല്ല ജലദോഷവും തൊണ്ടവേദനയൊക്കെ ഉണ്ട്. അതുകൊണ്ട് അധികം സമയം അടുക്കളയിൽ നിൽക്കാനും കഴിയില്ല. ഇങ്ങനെയുള്ള സമയങ്ങളിലാണ് കേട്ടോ എനിക്ക് ഈ പെട്ടെന്ന് തയ്യാറാക്കുന്നതും രുചിയിൽ ഒട്ടും വിട്ടുവീഴ്ചയില്ലാത്തതായ നല്ല നല്ല റെസിപ്പികൾ ശരിക്കും രക്ഷയാകുന്നത്. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കാം കേട്ടോ. കാരണം ഡയറക്റ്റ് ഇതിലേക്ക് തൈര് ഒഴിക്കേണ്ടെന്ന് പറഞ്ഞിട്ടാണ് ഞാൻ മോരല്ല ഒഴിക്കുന്നത്. മോര് തൈരാക്കണതിനേക്കാളും നല്ലത് ഇങ്ങനെ കുറച്ച് 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് നമ്മുടെ ഇവിടെ പുളിയില്ലാത്ത കട്ട തൈരാണ് കേട്ടോ. ആ കട്ട തൈര് ഇതിലേക്ക് അങ്ങനെ ഡയറക്റ്റ് ഒഴിച്ച് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കും കേട്ടോ. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഒരു 1/2 ഗ്ലാസ് വെള്ളം ആദ്യമേ ഒഴിക്കുന്നത്. ഇത് ഞാൻ ചെയ്യുന്ന മെത്തേഡാണ് കേട്ടോ. എനിക്കിത് ഭയങ്കര യൂസ്ഫുള്ളായിട്ട് തോന്നിയിട്ടുണ്ട്. നിങ്ങൾ മോരാക്കിയിട്ട് തന്നെയാണ് ഒഴിക്കണമെന്ന് വെച്ചാൽ അങ്ങനെ ഒഴിച്ചോളൂ. ഇനി നമുക്ക് നല്ല കട്ട തൈര് ഇതിലേക്ക് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഒരു 1/2 ലിറ്ററിൻ്റെ പാക്കറ്റിൽ ഒരു 1/4 ലിറ്റർ, ഒരു 3/4 ലിറ്ററോളം ഞാൻ ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. ആ പാക്കറ്റിലെ 3/4 ഭാഗം ഒഴിച്ചിട്ടുണ്ട്. അങ്ങനെ ഒഴിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. നല്ല കട്ട തൈരാണ്, പുളിയേ ഇല്ല. അതുകൊണ്ട് നല്ല ടേസ്റ്റാണ് കേട്ടോ. നല്ല പ്രോബയോട്ടിക്കുള്ള ഐറ്റമാണ്. അതുകൊണ്ട് എനിക്ക് ഈ മോരുകറി അല്ലെങ്കിൽ തൈര് കറിയാണ് ഭയങ്കര ഇഷ്ടം. പിന്നെ ചെറിയുള്ളി യൂസ് ചെയ്യുമ്പോൾ അതിൻ്റെ ടേസ്റ്റ് വേറെയാണ്. നിങ്ങൾ മോരുകറി ഉണ്ടാക്കുമ്പോൾ ചിലപ്പോൾ വലിയുള്ളിയും അതായത് സവാളയായിരിക്കും യൂസ് ചെയ്യുന്നുണ്ടാവുക. നമുക്ക് ചെറിയുള്ളി വെച്ചിട്ട് ഉണ്ടാക്കി നോക്കൂ, അടിപൊളിയാണ്, നല്ല ടേസ്റ്റുമാണ്. പിന്നെ നമ്മൾ ഈ എന്താ പറയുക ജീരകവും എല്ലാ ഐറ്റംസും ഇട്ട് കൊടുക്കുന്നുണ്ടല്ലോ. പിന്നെ ലാസ്റ്റ് നമ്മൾ കുറച്ച് കുരുമുളക് പൊടിയും കൂടെ തൂകുമ്പോൾ നമുക്ക് ഈ വയ്യാത്ത ടൈമിലെല്ലാം നല്ല ഹെൽത്തി ആയിട്ടും നമ്മുടെ ഇങ്ങനെയുള്ള ഐറ്റംസൊക്കെ നമുക്ക് നല്ല ഹെൽപ്ഫുള്ളായിരിക്കും കേട്ടോ. അപ്പോൾ മോര് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി അതിൻ്റെ കൂടെ ചോറിന് പറ്റിയ ഒരു പെർഫെക്റ്റ് കോമ്പിനേഷനായ വഴുതനങ്ങ മെഴുക്ക് പുരട്ടി നമുക്ക് ഉണ്ടാക്കാം. അതിന് നമ്മൾ കുറച്ച് വഴുതനങ്ങ എടുത്ത് മുറിച്ച്, പിന്നെ ഒരു 1/2 സവാള, ഒരു 2 പച്ചമുളക്, പിന്നെ നമ്മളൊരു ഒരു ചട്ടി വെച്ചിട്ട് വെളിച്ചെണ്ണയും കടുക് പൊട്ടിച്ചു. അത് കഴിഞ്ഞ് നമ്മൾ വറ്റൽമുളക് ഇട്ട് കൊടുത്ത ശേഷം നമ്മൾ അരിഞ്ഞ് വെച്ചിട്ടുള്ള ഞാനൊരു 1/2 സവാളയും ഒരു 2-3 ചെറിയ ഉള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഒരു ടേസ്റ്റ് വേറെയാണ്. അപ്പോൾ എന്നിട്ട് നമ്മൾ ഇതൊന്ന് ജസ്റ്റ് ഒന്ന് വഴണ്ടി വന്നാൽ മതി. പിന്നെ 2 പച്ചമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. മെഴുക്ക് പുരട്ടിക്ക് ഒരു ചെറിയൊരു എരിവൊക്കെ ആകുമ്പോൾ ഒരു നല്ല ടേസ്റ്റാണ്. എന്നിട്ട് നമുക്ക് ഇതിനാവശ്യമായിട്ടുള്ള കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. ഈ സവാളയും ഉള്ളിയൊക്കെ ഒന്ന് വഴണ്ടി വരാൻ വേണ്ടി മാത്രം ഒരു കുറച്ച് ഉപ്പിട്ട് കൊടുക്കണം. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഇനി ഒരു കളർഫുള്ളായിട്ട് കാണുമ്പോഴല്ലേ നമുക്ക് മെഴുക്ക് പുരട്ടിയാൽ എന്തായാലും കഴിക്കാൻ തോന്നുള്ളൂ. അപ്പോൾ നമുക്കിതിലേക്ക് അടുത്ത കളർഫുള്ളാവാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിന് ശേഷം അതൊന്ന് ഒന്ന് വഴറ്റി സെറ്റാവുമ്പോൾ നമ്മൾ ഒരു 1/2 ടീസ്പൂൺ നമ്മൾ കുറച്ചേ ഉള്ളൂ കേട്ടോ മുളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. കാരണം മുളക് ആഡ് ചെയ്തിട്ടുണ്ട് ഓൾറെഡി, വറ്റൽ മുളകുണ്ട് എന്ന് നമ്മൾ 1/2 ടീസ്പൂൺ ആഡ് ചെയ്ത് കൊടുക്കുന്നുള്ളൂ. ചെറുതായിട്ട് ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ട് മാത്രം കേട്ടോ. എന്നിട്ട് നമ്മൾ അരിഞ്ഞ് വെച്ചിട്ടുള്ള വഴുതനങ്ങ നമ്മൾ ഇട്ട് കൊടുക്കുകയാണ്. നന്നായിട്ട് ക്യൂബ് പോലെയാണ് ഞാൻ അരിഞ്ഞിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതിലിനി വേറെ ഒന്നും ചേരുവകളൊന്നുമില്ല, ഈസി ആയിട്ട് തന്നെ ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. നിങ്ങൾക്ക് മുളക് പൊടി വേണമെങ്കിൽ സ്കിപ്പ് ചെയ്യാം കേട്ടോ, അതൊക്കെ നിങ്ങളുടെ ചോയ്സാണ്. എനിക്ക് ടേസ്റ്റിനും ഇപ്പോൾ അതിന് വേണ്ടി മാത്രം ഞാൻ ഇന്ന് ഉണ്ടാക്കുമ്പോൾ ഇങ്ങനെയാണ് ഉണ്ടാക്കാറ്. അപ്പോൾ നല്ല വഴുതനയ്ക്ക് നല്ല കളറും കഴിക്കാൻ തന്നെ കൊതിയാവും. ഈ വഴുതനയ്ക്ക് ആവശ്യമുള്ള ഉപ്പിട്ട് കൊടുക്കാം. അപ്പോൾ എല്ലാം കൂടി ആകുമ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ജസ്റ്റ് ഒരു മിനിറ്റ് ഒന്ന് അടച്ചു വെച്ചിട്ട് വേവിച്ച് കഴിഞ്ഞാൽ നമ്മുടെ അടിപൊളിയായിട്ടുള്ള വഴുതനങ്ങ മെഴുക്ക് പുരട്ടി പെട്ടെന്ന് തന്നെ നമുക്ക് റെഡിയായി കിട്ടും കേട്ടോ. അപ്പോൾ നമ്മൾ അടച്ചു വെച്ചിട്ട് വേവിക്കുകയാണ് കേട്ടോ. ഇത് അടച്ചു വെച്ച് കഴിഞ്ഞ ശേഷം തുറന്ന് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ വഴുതനങ്ങ മെഴുക്ക് പുരട്ടി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി നമ്മുടെ ലഞ്ച് ബോക്സിലേക്ക് പോകാം. ആദ്യമായിട്ട് നമുക്ക് നമ്മുടെ തൈര്
ചെറിയ ഉള്ളിക്കറി നമുക്കത് ഫില്ല് ചെയ്യാം കേട്ടോ. ഞാൻ നീളത്തിലുള്ള ചാറുകറിയുടെ പാത്രത്തിലാണ് ഫില്ല് ചെയ്ത് കൊടുക്കുന്നത്. ഒരു 3/4 ഭാഗം വരെ ആക്കുന്നുണ്ട് കേട്ടോ. ആളത്ര കഴിക്കാറില്ല. അപ്പോൾ ആവശ്യത്തിന് ക്വാണ്ടിറ്റി തൈര് കറി ആക്കിയിട്ട് ആ പാത്രം അങ്ങോട്ട് അടച്ച് മാറ്റി വെച്ചു. പിന്നെ ഇതാണ് നമ്മൾ ചോറ് കൊണ്ടുപോകുന്ന പാത്രം. കുറച്ച് ചോറ് ക്വാണ്ടിറ്റി എടുക്കാറുള്ളൂ. അപ്പോൾ ഒരു 2-2.5 കയ്യിൽ നമ്മൾ ചോറ്, ചെറിയ കയ്യിലാണ് കേട്ടോ, അതാക്കി. ഇനി അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ വഴുതനങ്ങ മെഴുക്ക് പുരട്ടി നമ്മൾ ഇവിടെ നിന്ന് എടുത്തിട്ട് പോവുകയാണ്. നമ്മുടെ വഴുതനങ്ങ മെഴുക്ക് പുരട്ടി നല്ല സൂപ്പറായിട്ടുണ്ട് കേട്ടോ. നല്ല ടേസ്റ്റിയാണ്, നല്ല കാണാൻ നല്ല അടിപൊളിയാണ്. അപ്പം ഞാനൊന്ന് ഉപ്പ് ടേസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല, ഒന്നെടുത്ത് ഉപ്പ് ടേസ്റ്റ് ചെയ്തു. ഓക്കെയാണ്. ഇനി നമ്മൾ പാത്രത്തിലേക്ക് സെർവ് ചെയ്യാണ് കേട്ടോ. അങ്ങനെ നമ്മൾ ചോറും മെഴുക്ക് പുരട്ടിയും അതുപോലെ തന്നെ നമ്മുടെ ഒഴിച്ചുകറിയായ ചെറുള്ളി തൈര് കറിയും എല്ലാം പാക്ക് ചെയ്തതിന് ശേഷം ഒരു ചെറിയ ഫ്രൂട്ട് എന്ന നിലയിൽ പേരക്ക കട്ട് ചെയ്തതും കൂടി ഞാൻ ആഡ് ചെയ്യുന്നുണ്ട്. അത് ഇടവേളയ്ക്ക് ഹസ്ബൻഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഒരു എക്സ്ട്രാ സ്നാക്കാണ്. അപ്പോൾ നമ്മുടെ കുഞ്ഞ് ലഞ്ച് ബോക്സ് വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും കമൻറ്റും ഷെയറൊക്കെ ചെയ്യണം. പുതിയ വീഡിയോ ആയിട്ട് ഉടനെ വരാം. താങ്ക്